നമസ്കാരം. ഞാൻ രവി നമ്പ്രം. ഞങ്ങൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പൈതൃകം തേടി എന്ന പ്രോജക്റ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതാനും വീഡിയോ ഇതിനു മുന്നേ യൂട്യൂബിൽ പ്ലേസ് ചെയ്യുകയുണ്ടായി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പരാമർശിക്കാനാണ് ശ്രമിക്കുന്നത്. ഭാഷ എന്നാൽ എന്ത്? അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ജീവിക്കും എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ വിടില്ല, പക്ഷികളായാലും മൃഗങ്ങളായാലും വിശിഷ്യ മനുഷ്യരായാലും അവരുടെ വളർച്ചയുടെ പരിണാമഘട്ടത്തിൽ അത്യാവശ്യമായി രൂപപ്പെട്ടു വന്ന ഒരു പ്രക്രിയയാണ് ഭാഷ എന്ന് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല. ഇവിടെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഉദാഹരിച്ച് ഒരുപാട് പറയാൻ കഴിയുമെങ്കിലും അത് തൽക്കാലം മാറ്റിവെച്ച് മനുഷ്യരിലേക്ക് വരാം. അപ്പോൾ ഭാഷ എന്നാൽ എന്ത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, കുട്ടികൾ പല ക്ലാസ്സുകളിലൂടെ പഠിക്കുന്നുണ്ട്, പല രൂപേണ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ചുരുക്കം ഇത് മാത്രമാണ്: ഒരു വ്യക്തി, ആ വ്യക്തി അന്യരുമായി ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഭാഷ. എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ അഥവാ അവളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലെ ഒക്കെയുള്ള ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ആശയങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപാധിക്കാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭാഷ എത്ര തരമുണ്ട് എന്നുകൂടി നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ചുരുക്കത്തിലേ ഉള്ളൂ. ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം വേണം എന്ന ഒരാവശ്യം മറ്റുള്ളവരെ അറിയിക്കും. അത് കുറച്ച് വെള്ളം വേണമെന്ന് നമ്മൾ അറിയിക്കുന്നത്, അതുപോലെ മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നത് പ്രധാനമായി രണ്ട് വിധത്തിലാണ്. ഒന്ന് എഴുതിയിട്ടറിയിക്കും, മറ്റൊന്ന് പറഞ്ഞിട്ടറിയിക്കും. ഏറ്റവും പ്രധാനം പറഞ്ഞറിയിക്കുന്നത്. പറഞ്ഞറിയിക്കുന്നതിന് വാമൊഴി എന്നും ഭാഷയ്ക്ക് മൊഴി എന്ന് പേരുണ്ട് നമുക്കറിയാം. വാമൊഴി എന്ന് പറയും. എഴുതി അറിയിക്കുന്നതിന് വരിയുന്നതായതുകൊണ്ട് വരമൊഴി എന്നും പറയും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രധാനമായി രണ്ട് തരം ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. ചില അവശ്യഘട്ടങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്കൊക്കെ ആശയവിനിമയത്തിന് വേണ്ടി ആംഗ്യഭാഷകളും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പം അത് ഒരു സാർവത്രികമായ പ്രാധാന്യത്തിൽ നമ്മൾ കാണേണ്ടതില്ല. പ്രധാനമായും ഭാഷകൾ എത്ര എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത് ഭാഷകൾ രണ്ട് വിധം എന്നാണ്. അപ്പോൾ രണ്ട് വിധം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് സംശയങ്ങൾ വരും. ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം, ഇങ്ങനെ ഇതല്ലേ ഭാഷ, അപ്പോൾ രണ്ട് മതിയോ എന്ന് ചോദിക്കാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആശയവിനിമയത്തിന് വേണ്ടിയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് വെള്ളം വേണം. കേരളത്തിലുള്ളവർ അങ്ങനെ പറയും. ഒരു ഇംഗ്ലീഷുകാരനാണെങ്കിൽ പ്ലീസ് സം വാട്ടർ എന്ന് പറയും. ഉത്തരേന്ത്യക്കയിൽ ഒരാളാണെങ്കിൽ തൊടസ പനി ദീജിയെ എന്ന് പറയും. തമിഴ്നാട്ടുകാരനാണെങ്കിൽ കൊഞ്ചം തണ്ണീർ താവൂ എന്ന് പറയും. ഇവരെല്ലാം പറയുന്നത് ഒരേ ആവശ്യമാണ്. അപ്പോൾ ഒരേ ആവശ്യമായതുകൊണ്ട് അത് പറയുന്ന ഭാഷ അത് വ്യത്യസ്ത രൂപത്തിൽ എഴുതും. അങ്ങനെയാണെങ്കിൽ ഭാഷയ്ക്ക് രണ്ട് രീതികളുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന് പറയുന്നത് രീതി, മറ്റൊന്ന് എഴുതുന്ന രീതി. ഈ രണ്ട് രീതിക്കും ഉപയോഗിക്കണമെങ്കിൽ, ഭാഷ എന്ന് പറയുന്ന നമ്മുടെ ഒരു ആശയം രൂപപ്പെട്ടു വരണമെങ്കിൽ അതിനടിസ്ഥാനപരമായി 4 ഘടകങ്ങളുണ്ട്. ഭാഷയുടെ ഘടകങ്ങൾ ഏത് എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഒരു ക്ലാസ് രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ രീതി ശരിയല്ല, വേഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. ഭാഷയ്ക്ക് അടിസ്ഥാനപരമായി 4 ഘടകങ്ങൾ വേണം. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു, നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ ഏറ്റവും ആദ്യം വേണ്ടത് നാം പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ്. ധ്വനി എന്ന് പറയും. അതിലൂടെ വ്യക്തതയുള്ള ധ്വനിക്ക് വർണ്ണം എന്നാണ് പറയുക. വർണ്ണത്തിന് അക്ഷരം എന്ന മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് പറയാം. അക്ഷരത്തെയും വർണ്ണങ്ങളാക്കി മാറ്റുന്നതൊക്കെ വ്യാകരണ ശാസ്ത്രപരമായിട്ടുള്ളതാണ്. ഇപ്പോൾ വർണ്ണങ്ങൾ വേണം, അഥവാ അക്ഷരങ്ങൾ വേണം. ഒന്നിലധികം അക്ഷരങ്ങൾ ആശയവ്യക്തതയോടുകൂടി കൂടിച്ചേർന്ന് വരുന്നൊരു പദം ഉണ്ടാകണം. ആ പദങ്ങൾ തന്നെ ഒന്നിലധികം പദങ്ങൾ
ആകാംക്ഷ പൂർത്തീകരിക്കുന്ന തരത്തിൽ, ഒരു വ്യക്തമായ ആശയം ലഭ്യമാകുന്ന തരത്തിൽ ഒന്നിലധികം പദങ്ങൾ കൂടി ചേർന്ന് വന്നാൽ ഒരു വാക്യം ഉണ്ടാകും. അപ്പം എങ്ങനെയാണ് 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്? വർണ്ണങ്ങൾ, അക്ഷരങ്ങൾ, വർണ്ണങ്ങൾ ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന പദങ്ങൾ, പദങ്ങൾ കൂടി ചേർന്ന് വരുന്ന വാക്യങ്ങൾ. ഈ 4 ഘടകങ്ങൾ ഒത്തുചേർന്ന് വന്നാൽ മാത്രമേ ഭാഷയുടെ ആശയം കൃത്യതയുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ആശയ വ്യക്തതയോടുകൂടി ഈ 4 ഘടകങ്ങൾ ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ വ്യത്യസ്ത പേരുകൾ ഞാൻ പറഞ്ഞത്? അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഓരോരാളും ഭൂപ്രദേശത്തിനനുസരിച്ച് അവർ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ഒക്കെ ഉപയോഗിക്കുന്ന, പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളിൽ, ധ്വനികളിൽ അഥവാ സ്വരങ്ങളിൽ ഉള്ള മാറ്റങ്ങൾ, ആ സ്വരങ്ങൾ തന്നെ അക്ഷരങ്ങളായും പദങ്ങളായും ഉപയോഗിക്കുമ്പോൾ അത് എഴുതി കാണിക്കുന്ന രൂപം, വരഞ്ഞു കാണിക്കുന്ന ചിത്രം, അതിന് അക്ഷരങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. അക്ഷരങ്ങൾ എഴുത്ത് എന്ന് പറയും. അപ്പോൾ സ്വരങ്ങളിലും എഴുത്തിലുമുള്ള വ്യത്യാസം, കുറച്ച് വെള്ളം വേണം, തോടാസ പാനി, കൊഞ്ചം തണ്ണീർ, സംവാട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള സ്വരത്തിലുള്ള വ്യത്യാസം, അത് എഴുതുമ്പോഴുള്ള അക്ഷരരൂപങ്ങളിലുള്ള, ചിത്രങ്ങളിലുള്ള വ്യത്യാസം, ഇതിനനുസരിച്ച് ഓരോ പേരുകളിലാണ് ഭാഷകൾ അറിയുന്നത്. അങ്ങനെയാണ് മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, അറബി, ഉറുദു, ഹിന്ദി എന്നൊക്കെയുള്ള പേരുകളിൽ ഭാഷകൾ അറിയപ്പെടുന്നത്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ മനുഷ്യനും അധിവസിക്കുന്ന പ്രദേശത്തിനനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെയും ഉപയോഗിക്കുന്ന ചിത്രരൂപത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഭാഷകൾക്ക് പേരുണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയുക. ഇനി അങ്ങനെയുള്ള ഭാഷ നമുക്കറിയാം, നമ്മുടെ മാതൃഭാഷ മലയാളമാണ് എന്നറിയാം. എങ്കിൽ എന്താണ് മാതൃഭാഷ? പലരും പറയും അമ്മ ചൊല്ലിത്തരുന്ന ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയും. അത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വ്യക്തി ജനിച്ച് ജീവിക്കുന്ന ഭാഷ, അഥവാ അവൻ സ്വപ്നം കാണുന്ന ഭാഷ, അഥവാ അവൾ ചിന്തിക്കുന്ന ഭാഷ, അഥവാ അവൻ ഉൾക്കൊള്ളുന്ന ഭാഷ, ആശയം ഫീലിംഗ് ഉണ്ടാകുന്ന ഭാഷ, അതാണ് മാതൃഭാഷ. ഒരു വ്യക്തി ജനിച്ച് ജീവിക്കുന്ന ഭാഷയെയാണ്, സ്വപ്നം കാണുന്ന, ആശയം ഉൾക്കൊള്ളുന്ന, വിചാരം രൂപപ്പെടുത്തുന്ന അഥവാ ചിന്തിക്കുന്ന ഭാഷയെയാണ് നമ്മൾ മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ഏതൊരാളുടെയും മാതൃഭാഷയ്ക്ക് മാധുര്യം കൂടും. അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഭാഷ നന്നായി എഴുതാനും നന്നായി സംസാരിക്കാനും പഠിക്കുക, അത് വളർത്തിക്കൊണ്ടുവരിക എന്നാണ് ഭാഷ പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ അറിയുക. അങ്ങനെയുള്ള നമ്മുടെ മലയാള മാതൃഭാഷയിൽ നമുക്ക് ഈ 1-2 കാര്യങ്ങൾ കൂടി ആലോചിച്ച് നോക്കാം. മാതൃഭാഷ കൈകാര്യം ചെയ്യാൻ, നമ്മുടെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ഭാഷയ്ക്കും അക്ഷരങ്ങളുണ്ട്, പദങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മലയാളത്തിൽ നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്ക് അക്ഷരമാല എന്ന് പറയും. നമുക്കറിയാം, അക്ഷരമാലയിൽ ആകെ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പലർക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാനത് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ അക്ഷരങ്ങളെ സ്വരങ്ങളിൽ നിന്നും വ്യഞ്ജനങ്ങളിൽ നിന്നൊക്കെ 2ആയി തിരിച്ചതൊക്കെ നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ കൃത്യപ്പെടുത്തി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അക്ഷരമാലയിലെ അക്ഷരങ്ങൾ 49 എണ്ണമാണ്. അതിൻ്റെ വിശദാംശം പോകുന്നില്ല. അതിനോടൊപ്പം ആ എന്ന സ്വരരൂപങ്ങളും കൂടാതെ ചില്ലുകളും കൂട്ടക്ഷരങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദങ്ങളാക്കി, വാക്യങ്ങളാക്കി സംസാരിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. ഈ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നാം പാലിക്കേണ്ടുന്ന ചില രീതികളുണ്ട്, ചിട്ടകളുണ്ട്. ആ ചിട്ടകൾ പ്രതിപാദിക്കുന്ന ഒരു പ്രമാണമുണ്ട്. അതിനാണ് ഭാഷാ വ്യാകരണം, ഗ്രാമർ എന്ന് പറയുന്നത്. ഭാഷ ഇന്നെന്ന രീതിയിൽ ഉപയോഗിക്കണം, ഇന്നെന്ന ഇത് വേണം എന്നൊക്കെയുള്ള ഒരു ചിട്ട, ഒരു പ്രമാണം. അതിനടിസ്ഥാന ശാസ്ത്രത്തിലാണ്, ഭാഷ ഉപയോഗിക്കേണ്ടുന്ന അടിസ്ഥാന ശാസ്ത്രത്തിലാണ് വ്യാകരണം എന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ അംഗീകരിക്കപ്പെട്ട വ്യാകരണ ഗ്രന്ഥം കേരള പാണിനീയമാണെന്ന് നമുക്കറിയാം. അതെടുത്ത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സമയം ദീർഘിച്ചു എങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ. നമ്മളതിൽ തന്നെ പറയുന്നുണ്ട് വ്യവഹാര രൂപങ്ങളെക്കുറിച്ച്, ഡിസ്കോഴ്സസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടല്ലോ.
അത് ഒരുപാട് പറയാനുള്ളതാണ്, വിശദമായി പോകില്ല, അതിൻ്റെ പോയിന്റ് മാത്രം പറയാം. ഇപ്പോൾ വ്യവഹാര രൂപം, ആശയം വ്യവഹരിക്കാനാണ് ഭാഷ, ആവശ്യം അവതരിപ്പിക്കാനാണ് ഭാഷ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യവഹാര രൂപങ്ങൾ ഒരർത്ഥത്തിൽ അക്ഷരം തൊട്ട് എല്ലാം വ്യവഹാര രൂപങ്ങളാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ആ തരത്തിൽ വ്യവഹാര രൂപങ്ങളെ വിലയിരുത്തുന്നതിനപ്പുറത്ത് നമ്മുടെ ചിന്തയും വിചാരവും വികാരവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ രീതികളുണ്ട്. ആ രീതികൾ വളരെ 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 നല്ല നിലയിൽ, ഉയർന്ന നിലയിൽ വികസിച്ചു വന്നിട്ടുള്ള മലയാള ഭാഷയിൽ നമുക്കറിയാം. അതിലേറെ പ്രാധാന്യമുള്ള 3-4 എണ്ണമാണ് നാം മനസ്സിലാക്കുന്ന പോലെ. ഒന്ന്, നമ്മുടെ ചിന്തയിൽ കൂടെ രൂപപ്പെട്ടു വരുന്ന കവിതകൾ അഥവാ പദ്യങ്ങൾ. മറ്റൊന്ന് കഥകൾ. ഇപ്പോൾ കവിത, കഥ, അതുപോലെ നോവൽ, ആഖ്യായിക, നാടകം, കഥാപ്രസംഗം, ലേഖനം, ആത്മകഥ, യാത്രാവിവരണം, ഇങ്ങനെ കുറേ വ്യവഹാര രൂപങ്ങൾ സമൂർത്തമായിട്ട് വികസിച്ചു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുക. ഇതിൽ കുട്ടികൾ ഇപ്പോൾ ഏറെയും കൈകാര്യം ചെയ്യുന്നത് കവിതയും കഥയും അടങ്ങുന്ന ആ വ്യവഹാര രൂപങ്ങളെ പോഷിപ്പിച്ചുകൊണ്ടെന്ന് പിന്നെ വിപുലപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ഭാഷാശേഷി വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യവഹാര രൂപങ്ങൾ നമ്മൾ രൂപപ്പെട്ടു വന്നതും അത് വളർത്തിക്കൊണ്ടുവരുന്നതും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കഥ എഴുതുമ്പോഴും കവിത എഴുതുമ്പോഴും ഒക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് കവിത രൂപപ്പെട്ടു വരുന്നത്, എങ്ങനെയാണ് കഥ രൂപപ്പെട്ടു വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായി പഠിക്കാനുള്ള വിഷയമാണ്. ഈ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരു വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ ചുരുക്കത്തേ ഉള്ളൂ. എന്താണ് ഭാഷ? ഭാഷ എത്ര തരം? ഭാഷയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെ? മാതൃഭാഷ എന്നാൽ എന്താണ്? നമ്മുടെ മാതൃഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? നമ്മളെ പ്രധാനമായി ഉപയോഗിക്കുന്ന വ്യവഹാര രൂപങ്ങൾ ഏതൊക്കെ? അതിൽ മക്കൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ നിങ്ങൾ കൊച്ചു കൊച്ചു കവിതകൾ അതങ്ങനെ എഴുതി നല്ല നല്ല കുട്ടികൾ വളരെ മനോഹരമായ ആകർഷകമായ കവിതകളും കഥകളും ഒക്കെ ഇപ്പോൾ എഴുതുന്നുണ്ട്. നമ്മളെ പാഠ്യപദ്ധതിയും ആ രീതിയിലുള്ളതാണ്. അങ്ങനെ നല്ല മനുഷ്യരാകാൻ, തെളിഞ്ഞ മനസ്സുള്ളവരാകാൻ, വളർന്ന് വലിയവരാകാൻ ധാരാളം വായിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ധാരാളം വായിച്ച് നമ്മുടെ ശേഷി വളർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിൽ ഇത്തരം പ്രോജക്റ്റ് പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് സന്തോഷത്തോടെ പൂർത്തീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.